പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. ചങ്ങലരി, തെക്കുംകര, പെരുകുളം, തയ്യനോട്ടുചിറ, ഭീമനാട് എന്നിവിടങ്ങളിലാണ് റോഡിന് കുറുകെ മരങ്ങൾ വീണത്. ശക്തമായ കാറ്റിന്റെ ശക്തിയിൽ ടർഫിന്റെ മേൽക്കൂര തകർന്നു വീണു. ഒറ്റപ്പാലത്ത് മരങ്ങൾ കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിൽ വീണ് വൈദ്യുതി തടസ്സമുണ്ടായി. 22 വൈദ്യുതി തൂണുകളും മരങ്ങളും വീണ് തകർന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, വ്യാപകമായ നാശനഷ്ടം, 31 ഇടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടിയിട്ടുണ്ട്. അട്ടപ്പാടി താവളത്ത് ഹോട്ടലിന്റെ മേൽക്കൂര തെറിച്ചുപോയി എന്ന വാർത്തയുണ്ട്. മണ്ണാർക്കാട് കാറിന് മുകളിൽ മരം വീണിട്ടുമുണ്ട്. തീർച്ചയായും പാലക്കാടിന്റെ വിവിധ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വൈകുന്നേരം ഉണ്ടായ കാറ്റിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണാർക്കാട് ശക്തമായ കാറ്റിൽ ഒരു ടർഫിന്റെ മേൽക്കൂര തന്നെ തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചിറക്കൽപ്പടിയിലാണ് ടർഫിന്റെ മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നിൽ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 മണി വരെ ഇവിടെ ഈ ടർഫിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ പോയി ഏതാണ്ട് കാലാവസ്ഥ മാറിയതോടുകൂടി കുട്ടികൾ പോയതിന് പിന്നാലെ ഇത് നോക്കുന്ന ആളുകൾ പൂട്ടി പുറത്തേക്ക് പോയി 10 മിനിറ്റിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ മേൽക്കൂര തകർന്നു വീഴുന്നത്. വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള സാഹചര്യമാണ് മണ്ണാർക്കാട് ഉണ്ടായത്. മണ്ണാർക്കാട് വളരെ കുറച്ചു നേരമാണ് കാറ്റ് വീശിയതെങ്കിലും അതിഭീകരമായ കാറ്റായിരുന്നു ആ പ്രദേശത്ത് ആകമാനം ഉണ്ടായിരുന്നത്. വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, നേരത്തെ ബിന്നിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ചെങ്ങലേരി, തെങ്കര, ചേറുംകുളം, തെയ്യോട്ടുചിറ, ഭീമനാട് എന്നിവിടങ്ങളിൽ റോഡിന് കുറുകെ മരങ്ങൾ വീണ് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ മണ്ണാർക്കാടിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാറിന് മുകളിലേക്ക് മരം ഉൾപ്പെടെ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായി ഒറ്റപ്പാലത്തും മരങ്ങൾ കടപുഴകി വീഴുകയും പോസ്റ്റിലേക്ക് വീണ് വൈദ്യുതി തടസ്സം ആഹ്വാനം തകരാറിലായ ആണ് ഒറ്റപ്പാലത്തിന്റെ വിവിധ മേഖലകളായിട്ടുള്ള തകർന്നു വീണിട്ടുള്ളത്. 31 ഇടങ്ങളിൽ വൈദ്യുതി ലൈനുകളും പൊട്ടിയിട്ടുണ്ട്. ഈ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം തുടരുന്നതായി KSEB അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളിലും താറുമാറായതുകൊണ്ട് എന്താണെങ്കിലും സമയം എടുക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് KSEB ഉദ്യോഗസ്ഥർ നിലവിൽ അറിയിക്കുന്നത്. പലയിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല, ഇതൊന്നും കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, അട്ടപ്പാടിയിൽ ഒരു ഹോട്ടലിന്റെ മേൽക്കൂര ആകമാനം പറന്നു പോയെന്നോ തെറിച്ചു പോയെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകൾഭാഗത്ത് പൂർണ്ണമായും ഒരു ഹോട്ടലിന്റെ മേൽക്കൂര കാറ്റത്ത് തെറിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെയും അപകടം ഒഴിവായത് തലനാട് ഇഴയ്ക്കാണ്. അതുപോലെ തന്നെ പാലക്കാട് ആലത്തൂരിലും ഇത്തരത്തിൽ പാതയിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വൈകുന്നേരം ഉണ്ടായ കാറ്റിൽ പാലക്കാടിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. ബിനിൽ, ശരി, വ്യക്തമാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.